വലിയ പ്രതിസന്ധികൾക്ക് ശേഷം അടുത്ത മാസം 14-ന് ISLൽ വീണ്ടും പന്തുരുളാൻ പോവുകയാണ്. ഇത്തവണ വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് മത്സരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലീഗ് ആരംഭിക്കുമ്പോൾ ക്ലബ്ബുകളും ആരാധകരും നിരാശയിലാണ്. ISL വൈകിയതിനെ തുടർന്ന് ക്ലബ്ബുകൾക്കും ആരാധകർക്കും തങ്ങളുടെ ഇഷ്ട താരങ്ങളെ നഷ്ടമായിട്ടുണ്ട്. ISLലെ നിരവധി താരങ്ങളാണ് ISLലെ പ്രതിസന്ധി മൂലം മറ്റ് ലീഗുകളിലേക്ക് ചേക്കേറിയത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് തുടങ്ങിയ ലൂണ, നോഹ, ടിയാഗോ ആൽവസ്, യുവാൻ റോഡ്രിഗസ് എന്നിങ്ങനെ എല്ലാവരും ക്ലബ്ബ് വിട്ട് കഴിഞ്ഞു. ബാംഗ്ലൂർ FC താരങ്ങളായ എഡ്ഗർ മെൻഡസ്, പെരേര ഡയസ് എന്നിവരും ക്ലബ്ബ് വിട്ടു. മുംബൈയിൽ നിന്ന് തിരിയും ജോൺ ടോറലും ലീഗിനോട് ഗുഡ് ബൈ പറഞ്ഞവരാണ്. ഒഡീഷ താരങ്ങളായ റോയ് കൃഷ്ണ, ദിയാഗോ മൗറീഷ്യോ, മൊർത്താഡ ഫാൾ എന്നിവർ ക്ലബ്ബ് വിട്ടപ്പോൾ ഗോവയ്ക്ക് നഷ്ടമായത് ജാവിയർ സിവിയറോ, ബോർജ ഫെർണാണ്ടസ്, ഡേവിഡ് ടിമോ, ഐക്ക് ഗോഡ്സേന എന്നീ താരങ്ങളെയാണ്. ISLലേക്ക് പ്രമോഷൻ നേടിയെത്തിയ ഇന്റർ കാശിക്ക് അവരുടെ സൂപ്പർ താരം ജോനി കൗക്കോയും നഷ്ടമായി. അത്തരത്തിൽ നിരവധി താരങ്ങളാണ് ക്ലബ്ബുകളോടും ലീഗിനോടും വിട പറഞ്ഞ് ISLൽ നിന്നും പോയത്. ലീഗ് ആരംഭിക്കുന്ന സമയത്ത് ഈ സൂപ്പർ താരങ്ങളെ ക്ലബ്ബുകളും ആരാധകരും മിസ് ചെയ്യുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതിനു പുറമെ ഇവരുടെ അഭാവം ലീഗിൽ മത്സരങ്ങളുടെ തീവ്രത കുറയ്ക്കാനും ആരാധകരുടെ താല്പര്യം നഷ്ടമാക്കാനും കാരണമായേക്കും. ഇതൊക്കെ മറികടന്ന് ലീഗ് വിജയകരമായി പൂർത്തിയാക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയേറിയ കാര്യമായിരിക്കും. എന്തായാലും ഇവരുടെ അഭാവം ലീഗിനെ ബാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.